ഹലോ, മിമി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2014 നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇന്നൊക്കെ കറക്റ്റ് 100 ദിവസം കഴിഞ്ഞു കേട്ടോ. ഇറ്റ്സ് 3 months. കുടു ഞങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കണു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ജോലിയും നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമുക്കറിയാം വളരെ കുറച്ച് പേരെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്ത. ഇന്നലെ നമ്മുടെ വീട്ടിലിങ്ങനെ നമ്മുടെ മുകളിലുള്ള കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു എന്താ ചേച്ചി വീഡിയോ ഇടാത്തേ, ഞങ്ങൾ വരെ വീഡിയോയിൽ ഒരു നമുക്ക് എല്ലാവർക്കും കൂടി വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്നും ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും വർക്ക് ഷെഡ്യൂളും കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റാറില്ല. വേണമെന്ന് വിചാരിച്ചാൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. അതാണ് അതിൻ്റെ റീസൺ. വളരെ കുറച്ച് പേരെങ്കിലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ല ഏട്ടാ. ഒരാളെങ്കിലും ഒരാൾ നമ്മൾ ഇതുവരെ കാണാത്ത, ഇതുവരെ നമ്മളോട് നേരിട്ട് സംസാരിക്കാത്ത ഒരാൾ, നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ, ഒരു സ്ക്രീനിൽ മാത്രം നമ്മളെ കണ്ടിട്ടുള്ള ഒരാൾ നമ്മളോട് നമ്മുടെ നമ്പർ തപ്പി പിടിച്ച് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ മെസ്സേജ് അയക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരാൾ നമ്മളെ തിരക്കാന്ന് പറയുന്നത്. അല്ലേ അല്ലേ കുഞ്ഞാ? കുടു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ 2023 തുടങ്ങുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ 2022 നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചത്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ നെഗറ്റീവ്സ്, നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോൻ്റെ അവസാനം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, 2024 കാത്തിരിക്കുമ്പോൾ ഇതുപോലൊരു വീഡിയോ ഇടാനായിട്ട് ഞാൻ എന്തായാലും വരുന്നുള്ളത്. ഞാനൊരു 30 വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ 31 ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ട്, എൻ്റെ അമ്മായിയുടെ മോളും ഇവിടെ UK തന്നെ ഉണ്ട്. ചേച്ചി ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ ആളും ഹസ്ബൻഡും കൂടി നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് 1 തീയതിക്ക് മുമ്പായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വെച്ച് നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി 12 മണിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇറങ്ങി. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കുടുവിനെ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് പറയുന്നതിൻ്റെ പോസിബിലിറ്റി ഭയങ്കര കുറവായതുകൊണ്ട് പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല തണുപ്പാണ് ഇവിടെ, ക്ലൈമറ്റും ഭയങ്കര തണുപ്പായതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു 2 ഫ്രീ ആയിട്ട് വന്നൊരു ദിവസം, ഇന്ന് സൺഡേ ആണ്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്കിന്ന് ഗ്രോസറി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫാൽക്കണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫാൽക്കൺ എത്താറായിട്ടാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഫാൽക്കണിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് ഇന്ത്യൻ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാനാണ് നമ്മൾ ഫാൽക്കണിൽ പോകാറുള്ളത്. ഫാൽക്കണിൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടുമ്പോൾ പോലെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഇപ്പം പോയിട്ട് കുറച്ച് നാളായി. നോർമലി ഞങ്ങളെപ്പോഴും ടെസ്കോയിലാണ് പോകാറ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ആയില്ലേ, 1 മാസത്തിൽ കൂടുതലായില്ലേ, 1 മാസം 1.5 മാസമൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഫാൽക്കണി വന്നിട്ട് ഫാൽക്കണിക്ക് നമ്മൾ പോവാണ്. അപ്പോൾ പിന്നെ എനിക്ക് 2023 ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, അമ്മ വന്നത്. വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഞങ്ങളുടെ അമ്മ വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മ വന്നപ്പോൾ. അമ്മ വന്ന് ഓൾമോസ്റ്റ് ഒരു 5-5.5 മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ജൂൺ 15-ാം തീയതിയാണ് അമ്മ പോയത്. അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത്, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടേക്ക് വന്ന ഫസ്റ്റ് ഡേ മുതലുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മേനെ കൊണ്ടുവരാന്നുള്ളത്. എനിക്ക് അമ്മേനെയും അച്ഛനും എൻ്റെ അച്ഛനും അമ്മേനും ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അവരൊക്കെ നമ്മൾ പതുക്കെ എപ്പോഴേക്കിലൊക്കെ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കണം, ആഗ്രഹിക്കണം. അപ്പോൾ എൻ്റെ പാരൻസിനെ എനിക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്നോട് ഇങ്ങനെ കുറേ പേര് പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്നറിയാം കേട്ടാ, എല്ലാവരും വിചാരിച്ചത് അതെൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ തന്നെയാണ്. പക്ഷേ അത് ഇതിൻ്റെ അമ്മയാണ്. കുറേ പേര് ഇന്നാളും കൂടെ എന്നോട് ആരോ ചോദിച്ചു, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു, പക്ഷെ ഇന്നാളും കൂടെ എന്നോട് ആരോ ചോദിച്ചു ലക്ഷ്മിയുടെ അമ്മയല്ലേ അത്? ചോറല്ല, പക്ഷെ കാഴ്ചക്ക് എൻ്റെ അമ്മേനെ പോലെ ഉണ്ടെങ്കിലും അതിന് ഇതിൻ്റെ അമ്മയാണ്. പക്ഷെ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് കേട്ടോ, എൻ്റെ അമ്മ തന്നെയാണ്. അതെ, ഞാനും അമ്മയാണ് മാച്ച്. പക്ഷെ എൻ്റെ അമ്മേനെ കണ്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ അമ്മയെന്ന് പറയും. എനിക്ക് ഭയങ്കര മാച്ചല്ലേ. അപ്പോൾ അമ്മ വന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി ഉണ്ടല്ലോ, അമ്മ വന്നിട്ട് അമ്മേനെ എനിക്ക് കുറേ സ്ഥലത്ത് കൊണ്ടുപോകണം. നമ്മൾ കുറേ സ്ഥലത്ത് പോയി. നമ്മൾ സ്കോട്ട്ലൻഡിൽ പോയി, ഫ്രോക്സിനിൽ നമ്മൾ ജോമോൻ ചേട്ടൻ്റെ അടുത്ത് പോയി, ലണ്ടനിൽ പോയി അമ്മേനെ കൊണ്ട്. പിന്നെ നമ്മുടെ ലെസ്റ്ററിൽ തന്നെ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ പോയെങ്കിൽ കൂടി എനിക്ക് അമ്മ പോയി കഴിഞ്ഞപ്പോൾ അമ്മേനെ കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകണമായിരുന്നു. കുറച്ചും കൂടി നന്നായി അമ്മേനെ ട്രീറ്റ് ചെയ്യണമെന്നായിരുന്നു. എനിക്ക് ട്രീറ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കൊരു ഗിൽറ്റി ഫീൽ തോന്നിയായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന ഓൾമോസ്റ്റ് ഒരു 1.5 മാസത്തോളം
ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോയിണ്ടായിരുന്നില്ല തീരെ. അപ്പം അമ്മ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ തണുപ്പ് അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റി ഫീൽ, ഞാനത് അമ്മോട് പറയുകയും ചെയ്തു കേട്ടോ. പിന്നെ ഒരു തവണ ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് സംസാരിച്ചപ്പോൾ ഞാൻ അമ്മോട് പറയുകയും ചെയ്തു, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം നമുക്ക് അമ്മയച്ഛനൊക്കെ കൂടിയിട്ട് സമ്മറിൽ നമുക്കൊരു മെയിലൊക്കെ വന്നിട്ട് പിന്നെ നമുക്കൊരു മെയ്യൊക്കെ കഴിഞ്ഞൊരു സെപ്റ്റംബർ ആകുമ്പോഴേക്ക് തിരിച്ചു പോകുന്ന രീതിക്ക് നമുക്ക് വരാം. സമ്മർ ആകുമ്പോൾ കുഴപ്പമില്ല. അമ്മയ്ക്ക് അതിന് വന്നിട്ട് ചുമയൊക്കെ പിടിച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര ചുമയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള അമ്മയ്ക്കും കുറച്ച് അധികം ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അമ്മയും ഭയങ്കര ഡൗൺ ആയിപ്പോയല്ലേ. അമ്മ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അല്ലെങ്കിൽ അമ്മ ഭയങ്കര ചിൽച്ചില്ലാണ്, നമ്മളെക്കാളൊക്കെ ചിൽച്ചില്ലാണ് അമ്മ. ഞാൻ അമ്മയോട് എപ്പോഴും പറയും അമ്മയ്ക്ക് എൻ്റെ അരട്ടി പ്രായം ഉണ്ടായിട്ട് അമ്മയ്ക്ക് അമ്മേരെ ആരോഗ്യം എനിക്കില്ല എന്ന് പറയും. അപ്പോൾ അമ്മേനെയും അച്ഛനെയും പറ്റുമെങ്കിൽ അടുത്ത വർഷം ഒന്നും കൂടെ എനിക്ക് രണ്ടാളെയും കൂടി കൊണ്ടുവരണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈശ്വര സഹായിച്ചതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കാം അല്ല കേട്ടോ. പിന്നെ അപ്പം അമ്മ വന്നു പോയതാണ് നമ്മുടെ വേറൊരു ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഫാൽക്കൺ എത്തി, നമുക്കിനി എന്തൊക്കെ നമുക്ക് വാങ്ങാനുള്ള നോക്കാം. കുടു ഫാൽക്കണിൽ പോയി എന്നിട്ട് വേണ്ടേ ബേബിക്ക്? പാർക്കല്ലേ നമ്മൾ ഫാൽക്കണിൽ സാധനം വാങ്ങാൻ വന്നിട്ടാണ്. കുടിനെ എന്തിട്ട് വേണ്ട തിന്നാൻ? ചാണ്ടയാ? ചാണ്ട ഇവിടെ കിട്ടില്ല കുഞ്ഞാ. അപ്പോൾ നമുക്ക് എന്തായാലും ഫാൽക്കണിൽ കയറിയിട്ട് ബാക്കി വിശേഷം. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നിപ്പം ഓൾമോസ്റ്റ് ഒരു -1, 1, 0 ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ കാര്യം എനിക്ക് നല്ല അത്യാവശ്യം തണുക്കുന്നുണ്ട്. അപ്പോൾ കുടുവിന് എടുത്തിട്ട് നമുക്കൊരു ട്രോളിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഫാൽക്കണിൽ പോവാം. ബേബിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ബേബിക്ക് ആദ്യം വന്നപ്പോൾ കസേര വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. കസേര കൊടുത്തപ്പോൾ കസേര വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഞങ്ങൾ അക്കി വാങ്ങോട്ടെ അച്ചോ? അക്കി വേണ്ട. പിന്നെ എന്തിട്ട് വേണ്ടേ? ഇതല്ലേ ചക്കര. കാർട്ടൂൺ വെച്ചിരമ്മ വായ. എനിക്ക് സാധനം വാങ്ങണം കുഞ്ഞ്. അതെന്താന്ന് മനസ്സിലായാ? അവൾക്ക് മറ്റേ കുഞ്ഞത് വേണം, മനസ്സിലായാ? അവൾക്ക് ഇരിക്കുന്നത് ഇത് വേണ്ടാന്ന്, അതാണ് സംഭവം അല്ലേ? അപ്പോൾ നമ്മുടെ 2023 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അമ്മ വന്നതൊക്കെ പറഞ്ഞു. നമുക്ക് 2023 പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഗ്രാജുവേഷൻ തന്നെയാണ്. അപ്പം അത് നമ്മൾ യൂണിവേഴ്സിറ്റി ആയിട്ട് അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൊണ്ട് തന്നെ അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ആസ് സൂൺ ആസ് പോസിബിൾ അതിൻ്റെ ഫൈനൽ ഒരു ഔട്ട്പുട്ട് വരുന്നു നമ്മൾ പ്രതീക്ഷിക്കണം. ഈ വർഷം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസം പറയുന്നത് എൻ്റെ ഗ്രാജുവേഷൻ തന്നെയാണ്. ഇത് നമ്മളിവിടെ എപ്പോഴും വാങ്ങണതാട്ടോ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാളികേരം വാങ്ങിച്ചേരുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ഗ്രേറ്റഡ് കോക്കനട്ടാണ് വാങ്ങിയത്. ഇതിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2 പൗണ്ട് സംതിങ് വരത്തുള്ളൂ. പിന്നെ അമ്മ വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അവസാനമായിട്ട് ഇവിടെ ചക്ക വാങ്ങിയത്. പക്ഷെ നല്ലതായിരുന്നു. അമ്മ വെച്ചപ്പോൾ നല്ലതായിരുന്നു. ഞാൻ വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും അമ്മോട് വിളിച്ച് ചോദിച്ച് എങ്ങനെയാണ് അമ്മ ചക്ക വെക്കുന്നത്. അന്ന് വെച്ചത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഏട്ടന്, എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട് ചക്ക വാങ്ങുന്നത്. നമുക്ക് ചക്കന് എത്ര പൗണ്ട്? 2 സംതിങ് ഉണ്ടാവത്തുള്ളൂ എന്തായാലും ചക്കയ്ക്കും അല്ലേ? 2.80, 2 പൗണ്ട് 80 പെൻസാണ് ഈ ഒരു ഇതിൻ്റെ വില കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു എത്രയാ, 1 കിലോ ഉണ്ടോ? 400 ഗ്രാം. സോറി, 400 ഗ്രാം. നമുക്ക് 2 തവണയ്ക്ക് ഉണ്ടാവും. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ, നമുക്ക് 2 തവണയൊക്കെ വെക്കാനുണ്ടാവും. നമ്മളപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കട്ട് അയച്ചു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കുറച്ച് കാലത്തിലുള്ള നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പൊടികളൊക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ 50 ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ട് 90 പൗണ്ട് 74 പെൻസാണ് നമ്മുടെ ഇതാ ഒരു നീണ്ട ബില്ല് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊക്കെ വണ്ടിയിൽ കയറ്റണം. നല്ല തണുപ്പുണ്ട്. -1 ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. 3:45 കൂടിയിട്ട് ഓൾമോസ്റ്റ് ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 5 മണി കഴിഞ്ഞിട്ടാണ്. നമ്മൾ 3 മണി കഴിഞ്ഞപ്പോൾ കയറിയതാണ്. 5 മണി കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടായി. -1 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചറാണ്. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മരവിച്ച് പെട്ടെന്ന് സാധനങ്ങൾ കയറ്റിയിട്ട് പോണ വഴിക്ക് നമുക്ക് ബാക്കി വിശേഷം പറയാം. ഞാനിവിടെ വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനിവിടെ നിന്നുള്ള സംഭവങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ചായപ്പൊടി എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഉള്ളവരാണ് കാണുമെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഫാൽക്കണിലാണ് ഞാനിത് വേറെ ഇവിടെ ഞാൻ 1-2 കടയിലൊന്നും നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇത് 100 ടീ ബാഗ് ഉണ്ട്. ഇതിന് 2-3 പൗണ്ട് എന്തായാലും വരുന്നുള്ളൂ. മസാല ടീ ആണിത്. ഞാൻ ഇതുവരെ കുടിച്ചിട്ടുള്ള ചായകൾ 1 ഓഫ് മൈ ഫേവറേറ്റ് ടീ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങിയായിരുന്നു. ഇത്തവണ ഞാനതുകൊണ്ട് പറഞ്ഞ് ഏട്ടനോട് പറയാം 2 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്.
നമ്മൾ തക്കാളിയും കോക്കനട്ട് മിൽക്കൊക്കെ ഇങ്ങനെ കേട്ടോ. നമ്മുടെ മീനുകൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൊതുവേ നമ്മുടെ ഉഴുന്ന് വാങ്ങിയിട്ട് അരിപ്പൊടി വാങ്ങിയിട്ട് അരയ്ക്കുക ചെയ്യാറ്. നമുക്ക് അരി വാങ്ങാൻ കിട്ടും, അരി വാങ്ങാൻ കുറച്ചും കൂടി ലാഭമാണ്. പക്ഷെ എനിക്ക് അരി എല്ലാം കൂടി അരയ്ക്കാനുള്ള മടിയോണ്ട് ഞാൻ ഉഴുന്ന് മാത്രമേ അരയ്ക്കുള്ളൂ. എന്നാലും നമുക്ക് ഞാൻ ഓവനിൽ വെച്ചിട്ട് പുളിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇവിടെ അല്ലാണ്ട് നമുക്ക് ബാറ്റർ വാങ്ങണേക്കാളും ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നാളെ നമുക്ക് ചക്ക ഉണ്ടാക്കണം കേട്ടോ. ഇത് എപ്പോഴും ഇവിടെ കിട്ടുന്ന പോലെ മാഗി ഓഫറിൽ ഉണ്ടായതാണ്. എനിക്ക് മാഗി കാണുമ്പോൾ ആശേനെ ഓർമ്മ വരുന്നത്. ആശയാണ് മെയിനായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും മാഗി ഉണ്ടാക്കി കഴിക്കുക. കഴിഞ്ഞു ഗൈസ്, കോച്ചിട്ട് പോവാ. അപ്പോൾ ബാക്കി വിശേഷം കാറി കയറി ഒന്ന് ചൂടായിട്ട് പറയാം. 2023 ഞാൻ എപ്പോഴും എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഗോളുകൾ ഉണ്ടാവില്ലേ, നമ്മുടെ ഉള്ളിൽ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്ക് കുറച്ച് ഗോൾസ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. എല്ലാവരും മനസ്സിലുണ്ടാവും അല്ലേ. നമുക്കിപ്പോൾ 2023 ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ ഒരു ഒരു പുതിയ ഇതൊന്നും അങ്ങനെയൊന്നുമല്ല, എന്നാലും നമുക്കുണ്ടാവും ഇന്ന കൊല്ലം നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണട്ടാണ്. എല്ലാവരും പോലെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യമാണ് നേരത്തെ ഞാൻ ഏറ്റവും മെയിനായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യം എൻ്റെ ഗ്രാജുവേഷൻ തന്നെയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ഇത്തിരി ഡിലേ വന്നു. ഇപ്പോഴും അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 2023 എൻ്റെ ഒരു നഷ്ടം തന്നെയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഗ്രാജുവേറ്റ് ആയപ്പോൾ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. പറ്റില്ല ഗ്രാജുവേഷന് പോയപ്പോൾ അന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഗ്രാജുവേഷൻ, എൻ്റെ ബാച്ചിൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ എല്ലാവരും ഗ്രാജുവേറ്റ് ആയത് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ വളരെ തീരെ പ്രതീക്ഷിക്കാതെയാണ് എനിക്കാണെങ്കിൽ ഗ്രാജുവേഷൻ അന്ന് പറ്റില്ല എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. പക്ഷെ അന്ന് അവിടെ വെച്ചിട്ടാണ് എൻ്റെ ബാച്ചിൻ്റെ ഗ്രാജുവേഷൻ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാൻ പറ്റി, എൻ്റെ ഫ്രണ്ട്സ് ഗ്രാജുവേറ്റ് ആയി കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഭയങ്കര സന്തോഷമായെങ്കിലും ഉള്ളിൽ എനിക്കൊരു സങ്കടമായി. കാരണം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ട ഒരാളായിരുന്നല്ലോ ഞാനെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അടുത്ത ബാച്ച് ഗ്രാജുവേഷനാണ് ജനുവരിയിൽ. അപ്പോൾ ജനുവരിയിലേക്ക് എൻ്റെ റിസൾട്ട് വരും എന്നാണ് ആദ്യം യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും റിസൾട്ട് വരുമ്പോൾ എന്താണ് റിസൾട്ട് എന്നുള്ളത് ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ എനിക്ക് മിസ്സായിപ്പോയൊരു ഗോൾ എന്ന് പറയുന്നത്. പിന്നെ 2023 എനിക്ക് ജോലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം വർക്കിങ്ങിലേക്ക് കടന്നൊരു വർഷമാണ് 2023 എന്ന് പറയുന്നത്. കുറേ പേരെന്നോട് ഇപ്പോഴും ചോദിക്കാറുണ്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ. കറൻ്റ്ലി ഞാനും ഇതിനും രണ്ടുപേരും ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്, കോൾവില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കോഴ്സ് മെയ്യിൽ കഴിഞ്ഞതോട് ശേഷം ഞങ്ങൾ ജൂൺ മുതൽ ഞാൻ കോൾവില്ലയിൽ ആമസോൺ BHX2 ജോയിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ആമസോണിലേക്ക് കടന്നു ചെല്ലുന്നത്. കാരണം നമ്മൾ കോഴ്സ് കഴിഞ്ഞു, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു 3-4 ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. കമ്പനികളിൽ ഇൻഡീഡ് വഴി അല്ലാതൊക്കെ അപ്ലൈ ചെയ്ത് പുതിയ CV ഒക്കെ ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് ഇങ്ങനെ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ കൂടെ ഒരു ജോലിയും കൂടി നമുക്കുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾക്കൊരു സ്ഥിര വരുമാനം എന്നുള്ളൊരു നിലയിലേക്ക് ഞങ്ങൾ മാറും എന്നുള്ള ഇതിൽ ഞാൻ ആമസോണിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ജൂണിൽ ആമസോണിൽ ജോയിൻ ചെയ്തു. ആമസോൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഫേവറേറ്റ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ആദ്യം അവിടെ കോൺട്രാക്റ്റ് ആയിരുന്നു, ഇപ്പോൾ എനിക്ക് കോൺട്രാക്റ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നല്ലതായിട്ട് വർക്കൊക്കെ പോകുന്നുണ്ട്. ഫിനാൻഷ്യലി ഞങ്ങൾ രണ്ടുപേരെയും കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആക്കാനും ഞങ്ങൾ രണ്ടുപേരെയും കുറച്ചും കൂടി സേഫ് ആക്കാനും ആമസോൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനാദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സമൂഹത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇതിനൊരു സെപ്റ്റംബറോട് കൂടി അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് നിതിനും എൻ്റെ കൂടെ ആമസോണിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഷിഫ്റ്റ് ഞാൻ ഡേ ഷിഫ്റ്റും നിതിൻ നൈറ്റ് ഷിഫ്റ്റുമാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത്. വീക്കിലി 4 ദിവസമാണ് ഡ്യൂട്ടി ടൈം നോർമൽ. ഡേയും നൈറ്റും ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. അപ്പം മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുടു ആയിരുന്നു. കാരണം കുടുവിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്, 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് അത് ഞാൻ ഫീഡ് ചെയ്തിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കുടു കുറച്ചും കൂടി വലുതായി കുറച്ചും കൂടി നമുക്ക് അവളെ മാനേജ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു ഇപ്പോൾ ഈ ഒരു വർഷം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈമിലേക്ക് മാറാനായിട്ടും അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചും കൂടി ഞങ്ങളൊരു ഈസി വേയിലേക്ക് കടന്നൊരു വർഷം കൂടിയാണ് ഈ വർഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഈ വർഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് കുടു നഴ്സറി പോവാണ്. കുടുവിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അടുത്ത് തന്നെ. അപ്പോൾ കുടുവിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ കുടു ഈ വർഷം ഓൾമോസ്റ്റ് ഫെബ്രുവരി മുതൽ നഴ്സറി പോയി തുടങ്ങും. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2023 ഞങ്ങളുടെ വേറൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരുടെയും ജോലി തന്നെയാണ്. ഞങ്ങൾ രണ്ടാൾ ആമസോണിൽ കയറി എന്നുള്ളത്. ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ പ്രൊഫഷണലുള്ള ജോലികൾ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടി ആമസോൺ ഞങ്ങൾക്ക് തന്നൊരു ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആമസോണിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഉള്ളതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് ആമസോണിൽ ജോയിൻ ചെയ്യേണ്ടത് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. നിലവിൽ ഇപ്പോൾ കറൻറ്റ് ആമസോണിലാണ് ഞാനും ഇതിനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ 2023 വേറെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, കുറേ നല്ല എക്സ്പീരിയൻസുകളായിരുന്നു ആമസോണിൽ വന്നത് കേട്ടോ. അങ്ങനെ ഒരു വേറൊരു വശം എന്നൊന്നും പറയാനില്ല ആമസോണിൽ. ഐ എം സോ ഹാപ്പി വിത്ത് ആമസോൺ. ഭയങ്കര ഒരു ഹാപ്പി ആമസോണിയനാണ്. അങ്ങനെയാണ് ആമസോണിൻ്റെ വിശേഷങ്ങൾ. പിന്നെ എനിക്ക് 2023 എൻ്റെ ഗോൾസ് എന്നുള്ളൊരു രീതിക്കൊന്നും അല്ലെങ്കിൽ കൂടി ഞങ്ങളൊരു 2024 അവസാനത്തോടു കൂടി ഞങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന ഒരു ഗോളല്ല കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങളുടെ ഒരു വീട് എന്നുള്ളത്. അപ്പോൾ എനിക്കത് പറയുമ്പോൾ ഇതിനും കൂടെ എൻ്റെ കൂടെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഭയങ്കര ചമ്മലാണ്. ഞാൻ ഒറ്റയ്ക്ക് അത് നിങ്ങളായിട്ട് ആ ഒരു വലിയ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അത് 2024 2025 നടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫുൾ ടൈം ജോലിയും എല്ലാം കൂടെ നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തിയപ്പോൾ, അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ, നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒത്തു വന്നപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു വീട് എന്നുള്ളൊരു സ്വപ്നം ഞങ്ങളിപ്പോൾ അതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 4 നമ്മൾ കല്ലിട്ടു. ഇപ്പോൾ വീടിൻ്റെ തറപ്പണിയൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇപ്പോൾ ചുമര് പണി തുടങ്ങുകയാണ് നാളെ മറ്റന്നാളായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വർഷം എന്ന് പറയുമ്പോൾ ഞാൻ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് എത്രമാത്രം മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വന്തം ഒരു വീട് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഇമോഷണലി അതിലൊരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറയണമെങ്കിൽ കുറേ പറയാനുണ്ട്. അതൊന്നും നമ്മൾ പറയില്ലേ, നമ്മൾ ആരോട് ഷെയർ ചെയ്യാതെ നമ്മൾ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളുണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ വീട്ടിലേക്ക് കയറുക എന്നുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. 2024 ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു ദിവസമാണ്. നാട്ടിൽ പോവുക, വീട്ടുകാരെല്ലാവരെയും കാണുക, പുതിയ വീട്ടിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതായിരിക്കും എനിക്ക് തോന്നുന്നു 2024 അതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഇപ്പോഴത്തെ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ നിമിഷവും ജീവിക്കുന്നത്. ഓരോ കാര്യങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വേറെ ചർച്ചകളൊന്നുമില്ല, വേറെ ഒരു കാര്യത്തെ പറ്റിയുള്ള വറീസ് ഇല്ല, വേറെ കാര്യത്തെ പറ്റിയുള്ള ചിന്തകളില്ല, ഒന്നുമില്ല. 24/7 ഞങ്ങളാകെ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ ഞങ്ങളുടെ വീടിനെ പറ്റിയാണ്, കുടുവിൻ്റെ വീടിനെ പറ്റിയാണ്. ആ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. അപ്പം അതാണ് എനിക്ക് 2023 നിന്ന് 2024 വരുമ്പോൾ ഉള്ളതിൽ പറയാനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇപ്പം എന്തായാലും നാട്ടിൽ പോകുമ്പോൾ പറക്കലിൻ്റെയും ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും പണി തുടങ്ങിയിട്ടുള്ളൂ, തറപ്പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീടിൻ്റെ പണിയൊക്കെ തീരുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ വീട്, ഞങ്ങളുടെ സ്വപ്ന വീട് നിങ്ങൾക്ക് എഴുതിയാൽ കാണിച്ചൊരു കുഞ്ഞു വീടാണ് കേട്ടോ. പിന്നെ അപ്പം അതാണ് ഞങ്ങളുടെ 2024. അതിനപ്പുറം എനിക്ക് 2024 നിർവചിക്കാനൊന്നുമില്ല. നാട്ടിൽ പോവുക, വീട് പാർക്കൽ നടത്തുക, അതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ 2024. അവസാനം ഇപ്പോൾ ഈ ഒരു തണുപ്പൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു പനിയൊക്കെ വന്ന് ചെറിയൊരു ന്യൂമോണിയൊക്കെ കയറിയായിരുന്നു. അപ്പം അത് എന്നെ ഫിസിക്കലി അത് ഭയങ്കര ഡൗൺ ആക്കിയായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 വീക്സോളം സിക്ക് ലീവൊക്കെ ആയിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു. ഭയങ്കര ചുമയൊക്കെ പിടിച്ച് ഇവിടുത്തെ അറിയാലോ, നമ്മളിവിടെ എനിക്ക് വയ്യാതായിട്ട് ഞാൻ 2 തവണ GPനെ വിളിച്ചിട്ട്, ആദ്യത്തെ തവണ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നാരങ്ങ വെള്ളവും തേനൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറഞ്ഞു. 2ാമത്തെ തവണ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അടുത്തുള്ള ഫാർമസി പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങാനൊക്കെ പറഞ്ഞു. 11ാമത്തെ ദിവസമാണ് എനിക്ക് GPയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്, നേരിട്ട് ഡോക്ടറെ കാണാനായിട്ട്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് എനിക്ക് നല്ല രീതിക്ക് ഞാൻ ഉറങ്ങാനേ പറ്റാറില്ലായിരുന്നു. എനിക്ക് ഫുള്ള് രാത്രി ചുമച്ച് ഛർദ്ദിക്കലൊക്കെ ആയി. അങ്ങനെ എനിക്ക് എന്തായാലും ഡോക്ടറെ നേരിട്ട് കണ്ടേ പറ്റൂ എന്നുള്ള ഒറ്റ വാശിപ്പുറത്ത് ഞാൻ വിളിച്ച് അതിനെനിക്ക് 11ാമത്തെ ദിവസമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അങ്ങനെ 2 ഡോസ് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് പതുക്കെ റിക്കവറായി വരുന്നേലും. ഇപ്പോഴും എനിക്ക്
ചെറിയ ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ. എങ്കിൽ കൂടി പതുക്കെ അതൊക്കെ നമ്മൾ ഓക്കെ ആയിട്ട് വരുന്നു. ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറി ഹാപ്പി ആയിട്ട് വരുന്നു. അതാണ്. പിന്നെ എനിക്ക് 2023 എനിക്ക് കുറച്ച് പേഴ്സണലി ഞാൻ വീക്കായി പോയൊരു കാര്യം എന്ന് പറയുന്നത് അതായിരുന്നു കേട്ടോ. പിന്നെ 2023 ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മുടെ ക്രിസ്മസ് ഭയങ്കര നമ്മൾ മോട്ടോർ വേയിൽ നമ്മുടെ വണ്ടി കേടായിട്ട് നമ്മൾ പെട്ടുപോയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 to 6 hours നമ്മൾ മോട്ടോർ വേയിൽ പെട്ടുപോയിട്ടുള്ള കഥയൊക്കെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിന് എന്തായാലും നമുക്ക് ജോമോൻ ചേട്ടൻ്റെ ജൂബി ചേച്ചിയുടെ അടുത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ അമ്മ ഉള്ളപ്പോൾ ഒരു തവണ നമ്മൾ ലണ്ടനിൽ പോയിട്ട് നേരെ അവരുടെ അടുത്ത് പോയിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ കുറേ നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇത്തവണ നമുക്ക് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് കിട്ടി, ഒരുപാട് നല്ല ക്വാളിറ്റി ടൈം നമ്മുടെ ഫാമിലിയുടെ കൂടെ കിട്ടിയിട്ടാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരുടെ അടുത്ത് പോകാന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം അതേ ഒരു ഫീലാണ്. ജോമോൻ ചേട്ടനാണെങ്കിലും ജൂബി ചേച്ചി ആണെങ്കിലും ഉണ്ണികളൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു ബോണ്ടാണ് അവരായിട്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവർ രണ്ടുപേരും. ജോമോൻ ചേട്ടൻ അത് കാണേണ്ട കാട്ടുന്ന ട്രോൾ ഉണ്ടാവേണ്ടേ. അപ്പോൾ അവരുടെ അടുത്ത് പോയി നമ്മളൊരു 2-3-4 ദിവസം അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിച്ചു എന്നുള്ളത് 2023 ഏറ്റവും നല്ല കുറച്ച് മൊമെൻറ്റ്സ് ചിന്തിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പിക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു പ്രൗഡ് മൊമെൻറ്റ് തോന്നിയ അല്ലെങ്കിൽ എനിക്കൊരു തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് ഞാനിത്തവണ 2022 നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഏട്ടൻ iPhone 40 Pro Max എടുത്തു തന്നായിരുന്നു. എനിക്ക് ഭയങ്കര എൻ്റെ വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു 2022. അപ്പോൾ 2023 ഞാൻ ഏട്ടന് തിരിച്ച് iPhone 50 Pro ഇറങ്ങിയപ്പോൾ ഞാൻ ഏട്ടന് iPhone 50 Pro സർപ്രൈസ് ആയിട്ട് എടുത്തു കൊടുത്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചത്. അതെൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഇൻ 2023 ഞാൻ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു ദിവസമാണ്. അതാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് 2023 ഓർക്കുമ്പോൾ ദ ഹാപ്പിയസ്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് കുറിച്ചിടാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. പിന്നെ 2023 എനിക്ക് കുറച്ചും കൂടി ഡിസിഷൻസ് എടുത്ത വർഷമായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ സ്വയം കുറച്ച് തീരുമാനങ്ങൾ എടുത്തൊരു വർഷമാണ് 2023 എനിക്ക്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാവരെയും പോലെ ഓരോ വർഷം ചെല്ലുന്തോറും കുറച്ചും കൂടി പക്വമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും കുറച്ചും കൂടി പക്വമായിട്ട് ഡിസിഷൻസ് എടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു കഴിവ് കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് 26 വയസ്സായി. 26 വയസ്സിൽ ഞാൻ നിന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കോളേജ് ടൈമിലെടുത്ത അല്ലെങ്കിൽ എൻ്റെ അതിനുശേഷമുള്ള എൻ്റെ ഓരോ കാലഘട്ടത്തിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങൾ വരുത്തായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഡിസിഷൻ എടുക്കുക എന്നൊക്കെ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ അത് എന്നോടത്ത് ശ്രീ ചേച്ചി പണ്ട് എന്നോട് ഇങ്ങനെ ഒരു തവണ, എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാട്ടോ ചേച്ചി, ഇങ്ങനെ എന്നോട് ഒരു തവണ പറഞ്ഞു, ഇപ്പം നീ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കില്ല നീ ഒരു 25 വയസ്സ് കഴിഞ്ഞില്ല 28 വയസ്സ് കഴിഞ്ഞിട്ട് അപ്പം നിനക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത്, ആ തീരുമാനങ്ങളായിരിക്കില്ല നീ ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ തോന്നുന്നത്. അത് ഭയങ്കര കറക്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്തോറും ആണ് നമ്മളുടെ തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി മികച്ചതാക്കാമായിരുന്നു, കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. എല്ലാവർക്കും തോന്നും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണത്. അത് 30 വയസ്സിലാണെങ്കിലും 60 വയസ്സിലാണെങ്കിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തിരുന്ന തീരുമാനങ്ങളോ എടുത്തിരുന്ന ചിന്തകളോ ആയിരിക്കത്തില്ല നമുക്ക് അതിന് ശേഷം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായൊരു വർഷമാണ് 2023. ആരെ കൂടെ ചേർത്ത് നിർത്തണം, ആരെ ഒഴിവാക്കണം എന്നൊക്കെ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വർഷം പോകും തോറും ആളുകളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിതിൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നിനക്ക് എല്ലാവരും നിൻ്റെ ഫ്രണ്ട്സാണെന്ന് പറയും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഓരോ വർഷം പോകും തോറും എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ക്ലോസ്ഡ് സർക്കിൾ ഉണ്ടാവും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എന്ന് നമുക്കുള്ളിൽ തോന്നുന്ന വളരെ കുറച്ച് പേരിൽ ഉണ്ടാവുന്ന കുറച്ച് പേരുണ്ടാവില്ലേ. പണ്ട് എനിക്ക് എല്ലാവരും അങ്ങനെയായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരോടും ഞാൻ എല്ലാ വിശേഷവും പറയും, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷെ വർഷം പോകും തോറും ആ ഒരു വൃത്തത്തിന് വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം അത് ചെറിയൊരു വൃത്താണ്. വിരലുണ്ടാവുന്ന വളരെ കുറച്ച് പേരെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് പറയാനുള്ളൂ. പക്ഷെ അവരെനിക്ക് എന്നും വേണ്ടപ്പെട്ടവരാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ഇതായി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മൂട്ടി, ഞങ്ങൾ 8ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ട്സാണ്. 8ാം ക്ലാസ് തൊട്ട് ഇപ്പോഴും എന്നും മെസ്സേജ് അയക്കുകയോ എന്നും വിളിക്കുകയോ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ആൾക്ക് മെസ്സേജ് അയക്കില്ല. പക്ഷെ എനിക്ക്
എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ എടി നീ എന്തെടുക്കാൻ ചോദിച്ചു മെസ്സേജ് അയക്കും. അപ്പോൾ അവൾ ചോദിക്കും എന്ത് സംഭവം, എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവൾ തിരിച്ച് റിപ്ലൈ തരാം. അപ്പോൾ അവൾക്കറിയാം. അതുപോലെ പൂജ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അതുപോലെ എൻ്റെ അച്ചുട്ടൻ, എമ്മു, പുട്ടി, അങ്ങനെ കുറച്ച് പേര് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന അത്ര പേരേ ഉള്ളൂ ഇപ്പം എനിക്ക് നോക്കുമ്പോൾ. അല്ലാതെ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെട്ട, എനിക്ക് ജോലി സ്ഥലത്ത് പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പരിചയപ്പെട്ട, അയൽവക്കത്തു നിന്നുള്ള ആളുകൾ കുറേ ആൾക്കാരുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടെന്നുള്ളത് പഠിപ്പിച്ചു തന്നൊരു വർഷമാണ് 2023. അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വീണ്ടും 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 മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം 2023 നഷ്ടപ്പെട്ട ചിലതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 2023 എന്തായാലും നാട്ടിൽ പോകണം, വേണ്ടപ്പെട്ട ചിലരൊക്കെ പോയി കാണണം, ചില പിണക്കങ്ങളൊക്കെ പറഞ്ഞ് തീർക്കണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതൊന്നും നടക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ 2024 ആ ചില പിണക്കങ്ങൾക്കും കൂടി ഒരു അവസാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. അത് എൻ്റെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. ഞാനത് ആരോട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വീഡിയോയുടെ മുമ്പിലാണ് ആദ്യമായിട്ട് അത് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പിന്നെ അച്ഛനെ കാണണം, അമ്മേനെ കാണണം, നാത്തൂനെ കാണണം, പൊന്നാപ്പീനെ കാണണം, അളിയനെ കാണണം, അവരൊക്കെ കാണണം. വീട്ടുകാർ ഒരുമിച്ച് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം. ഞാനങ്ങനെ ആഗ്രഹിച്ചാലേ ഇപ്പോൾ ചിലരൊക്കെ പറയില്ലേ ചെറുപ്പത്തിലേ കല്യാണം കഴിക്കണം, ഗൾഫിൽ പോകണം, അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പ്രവാസം ചൂസ് ചെയ്ത ആളൊന്നുമല്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ അച്ഛനും അമ്മ, നമ്മുടെ വീട്, നമ്മുടെ മുറി എന്നൊക്കെ പറയുന്നത് നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും എത്ര ലക്ഷറിയിൽ ജീവിച്ചാലും എത്ര സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിച്ചാലും അതൊക്കെ നമുക്കൊരു നഷ്ടപ്പെടൽ തന്നെയാണ്. അപ്പം അതൊക്കെ ഒന്ന് നികത്തി ഒരു മാസമെങ്കിലും എനിക്ക് നാട്ടിൽ അവരുടെ കൂടെ ഒക്കെ നിൽക്കണം, കുറേ ആൾക്കാരെ പോയി കാണണം, നാട്ടിൽ കുറേ ഫുഡ് കഴിക്കണം. അത് വേറെ എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. എൻ്റെ വേറെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ട്രിവാൻഡ്രത്ത്, ജോയ്സ്, അവനിപ്പോൾ കാണുന്നുണ്ടാവും. അപ്പം ഞാൻ അവനെ വിളിക്കുക ബുജിത്തേണ്ടിന്ന് കേട്ടോ. അപ്പോൾ അവൻ ഞാനപ്പോൾ ട്രിവാൻഡ്രത്തെ ഏതെങ്കിലും തട്ടുകടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ഫുഡ് സ്പോട്ടൊക്കെ കാണുമ്പോൾ ഞാൻ അവനെ അയച്ചിടും ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ പറയും നമ്മൾ വന്നിട്ട് നമുക്ക് ഇതിവിടെ ഒക്കെ പോയി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവൻ അയച്ചിട്ടുണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് അയച്ചിട്ടതായിരിക്കും ഫുള്ള്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ കാണണം, കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം, വേണ്ടപ്പെട്ട കുറേ പേര് സുനിച്ചേട്ടനെ, ദിവ്യ ചേച്ചീനെയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു വർഷമാണ് ഈ 2024 എന്ന് പറയുന്നത്. എനിക്ക് ബാക്കിയില്ലാത്തതിലുപരി നാട്ടിൽ പോകണം, വീട്ടിൽ പോകണം, പുതിയ വീട്ടിൽ കയറണം, ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണണം. അതിനപ്പുറം ഞാൻ 2024 പ്രത്യേകിച്ച് എനിക്ക് വലിയ വലിയ പ്രതീക്ഷകളൊന്നും ഞാൻ കൊടുക്കണില്ല. കാരണം ഞാൻ പറയില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനായാലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ഞങ്ങൾ അത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒരു വീട് എന്നുള്ള സ്വപ്നത്തിലേക്ക് ഞങ്ങൾക്ക് ചുവട് വെക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പരമാവധി വലിയ കടങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫസ്റ്റ് വന്ന വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മൈനസിലായിരുന്നു വന്നത്. മൈനസിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പൂജ്യത്തിലെത്തി, പൂജ്യത്തിൽ നിന്ന് 1, 2, 3 വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു യാത്ര എന്ന് പറയുന്നത്, ആ ഒരു ജേണി എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു ജേണി ഒന്നും ആയിരുന്നില്ല. ഒരുപാട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ഞാനിങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ പറയും നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു 10 പേരത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9 പേരും അതിനെ പറ്റി അതിലെന്തെങ്കിലും നമ്മൾ പറയില്ലേ 100 എണ്ണം ചെയ്താൽ അതിൽ ഒരു മോശം ഉണ്ടെങ്കിൽ അത് മാത്രമേ പറയപ്പെടുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് കുറേ കാര്യങ്ങൾ. അപ്പോൾ പക്ഷേ എല്ലാവരും ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടുക എന്നുള്ള ഒരു തിയറി ഞാൻ പഠിച്ചു. കാരണം പലരും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം കേൾക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഡൗൺ ആവും, ഞാൻ ഇരുന്ന് കരയും, ഇതിൻ്റെ അടുത്ത് പോയി കുറേ വിഷമം പറയും. ഇപ്പം അങ്ങനെയല്ല. അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മെച്യൂർഡ് ആയിരുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും കുട്ടിയാണ്. എൻ്റെ ഫാമിലിയുടെ എൻ്റെ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയാണോ പഴയ ഞാൻ തന്നെയാണ് ഇപ്പോഴും. പഴയ കുറുമ്പും പഴയ കുശുമ്പും പഴയ ഇതൊക്കെയുള്ള ഞാൻ തന്നെയാണ്. എങ്കിൽ കൂടി കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു പോയിന്റ് ഓഫ് ടൈമിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ചിന്തകളും എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന് എന്നെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതിനെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനില്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹീസ് ദ ബാക്ക് ബോൺ. അവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലത്തെ ഞാനും തമ്മിൽ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് തല്ലിവിടാറുണ്ട്. ഇപ്പം എൻ്റെ അഭിപ്രായങ്ങളായിരിക്കില്ല അവനുള്ളത്, എൻ്റെ തിയറികളായിരിക്കില്ല അവനുള്ളത്, എൻ്റെ താല്പര്യങ്ങളല്ല അവൻ്റെ. ഞങ്ങൾ രണ്ടുപേരും മറ്റേ ബാറ്ററിയുടെ 2 വശങ്ങൾ പോലെയാണ്. ഞാൻ നെഗറ്റീവ് ആവും പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവ് ആവും നെഗറ്റീവാണ്. നമ്മളല്ല, അത് രണ്ടും കൂട്ടിയാൽ കറണ്ട് കത്തും എന്ന് പറഞ്ഞ പോലെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും എല്ലാം ഓപ്പോസിറ്റാണ്, ഇഷ്ടങ്ങൾ ഓപ്പോസിറ്റാണ്, എല്ലാം ഓപ്പോസിറ്റാണ്.
പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ അതൊരു പവർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇപ്പം ഞങ്ങൾ 2020 ഞങ്ങൾ 5th വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു കേട്ടോ. കുഞ്ഞിതായിട്ട് ഞങ്ങൾ ആഘോഷിച്ച് ഞങ്ങളുടെ 5 വർഷം ഞങ്ങൾ പൂർത്തിയാക്കി. പണ്ട് എൻ്റെ അമ്മ എപ്പോഴും പറയേ, എൻ്റെ അമ്മേനോട് എപ്പോഴും പറയും, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ 5 കൊല്ലം കൂടെ ജീവിക്കണം, എന്നാലേ അവർ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയേ. അപ്പോൾ ഞാൻ ഇത്തവണ ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചപ്പോൾ ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് ചെയ്തു, അമ്മ 5 വർഷം ഞങ്ങൾ ഹാപ്പി ആയിട്ട് പൂർത്തിയാക്കി എന്നുള്ളത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, കുറേ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഹാപ്പിയാണ്, അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നിൻ്റെ കാര്യത്തിൽ എന്നുള്ളത്. നമുക്ക് അതാണല്ലോ ഏറ്റവും വലുത് അല്ലേ. കാരണം ഞാൻ ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം എൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഹാപ്പിയാണെന്ന് അറിയുന്നതാണ് എനിക്ക് ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നിതിൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ എല്ലാ സപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ ഞാൻ അവനോട് ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമില്ല കേട്ടോ. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ പറയും. അത് പൊട്ടയാണോ നല്ലതാണോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ചിലപ്പോൾ അവന് വിഷമമോ ദേഷ്യം ഒക്കെ ചെയ്യുമ്പോൾ അവന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയും, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയും. എനിക്കറിയാം ചിലപ്പോൾ അവനതിനെ ഇതാക്കി പറയും, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് അങ്ങനെ തന്നെ പറയും, മുഖത്തൊക്കെ തന്നെ പറയും. പക്ഷേ അത് ശരിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നീ എന്തിനാണ് ചെയ്തത് ഞാൻ പറയും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും അതായിരുന്നല്ലോ ശരി എന്ന് തോന്നും. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ബാക്കി എല്ലാത്തിലും ഉപരി ഉണ്ടല്ലോ നമുക്ക് സമാധാനമാണ് വേണ്ടത്. ബാക്കി എന്തുണ്ടായിട്ടും സമാധാനവും സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത് അല്ലേ. നമ്മൾ പറയുന്ന പോലെ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാനും സമാധാനമായിട്ട് എഴുന്നേക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതിലപ്പുറം ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാൻ 2023 ഏറ്റവും മെയിനായിട്ട് ഞാൻ നോക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് ആളുകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പഴയ പോലെ എല്ലാവരും കൂടെ ഇടുന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനൊന്നും നിൽക്കാതെ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്കറിയുന്ന, നമ്മളെ അറിയുന്ന, നമ്മുടെ പോസിറ്റീവുകളും നെഗറ്റീവുകളും അംഗീകരിക്കാൻ പറ്റുന്ന ആളുകളെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുകയും തളർച്ച ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് വേണ്ട. അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല, ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ അകറ്റി നിർത്തി ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ലോകത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് 2024 ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ഒന്ന് അടിപൊളിയാക്കുക എന്നുള്ളതാണ്. കാരണം കുറേ ആളുകളല്ലെങ്കിലും നമ്മുടെ പെറ്റലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഞാൻ എന്തോ ഇങ്ങനെ കുറച്ച് പേരെങ്കിലും നമ്മളോട് ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ആരോ ഒരാൾ വന്നിട്ട് കമൻറ്റ് അടിച്ചു, നിങ്ങളൊക്കെ ആരും അന്വേഷിക്കണം, എന്തൊരു തള്ളണമെന്ന് ചോദിച്ചിട്ട്. ആളത് തമാശയായിട്ടാണോ പറഞ്ഞത് കാര്യമായിട്ടാണോ പറഞ്ഞത് എനിക്കറിയത്തില്ല. പക്ഷേ 1-2 പേരെങ്കിലും നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ യൂട്യൂബ് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മടിയൊക്കെ മാറ്റി വെച്ച് കുറച്ചും കൂടി, ഇപ്പോഴും ഏട്ടൻ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ വന്നൊരു വീഡിയോ എടുക്കുന്നത്, എങ്കിൽ കൂടി വീഡിയോ ഒക്കെ നന്നായി കുറച്ചും കൂടി ആക്റ്റീവ് ആവണം, കുറച്ചും കൂടി വീഡിയോസൊക്കെ ചെയ്യണം, കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യണം, കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്ന പോലെ ഞാൻ യൂട്യൂബ് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. കൂടെ ഒരു ഹായ് പറയോ? ഹായ്. കുടു കൂടി ഉണ്ട് കേട്ടോ. കുടു കുറച്ച് വലുതായില്ലേ? കുടു വലുതായോ? കുടു വലുതായി. കുടു സ്മോൾ ബേബി ആണെന്നാണ് പറയുക. കുടു അല്ലേ? കുടു സ്മോൾ ബേബി ആണോ? ഇടുവാ നോക്കട്ടെ അമ്മ സ്മോൾ ആണോന്ന്. കുടുവിനെ കുറച്ചേരെ കാർട്ടൂൺ കിട്ടില്ല. ഇപ്പം കാർട്ടൂൺ കിട്ടിയിരിക്കുന്ന സമയം ഇപ്പം അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫോൺ വാങ്ങുമെന്ന് പേടിച്ചിട്ടാണ് നീങ്ങി പോണത്. അപ്പോൾ 2024 എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ വീണടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന വർഷമാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ നോക്കിയാൽ അറിയാം, നമ്മുടെ ദുബായിൽ ലൈഫ് കാര്യങ്ങൾ, നമ്മൾ നാട്ടിൽ വന്നത്, കുടുണ്ടായതൊക്കെ നമ്മൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീണടത്തുനിന്ന് പരിക്കുകളോടെ എഴുന്നേറ്റ വർഷം, അങ്ങനെ വേണം പറയാൻ. പരിക്കുകളൊന്നും ഇല്ലാതെ നമ്മൾ ഉഷാറായിട്ടല്ല എഴുന്നേറ്റത്, ഒരുപാട് പരിക്കുകളോടെയാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നത്. അതായിരുന്നു നമ്മൾ 2022 എന്ന് പറയുന്നത്. നമ്മൾ എഴുന്നേറ്റ് നിന്ന പരിക്കുകളൊക്കെ ഒന്ന് കരിയിച്ച വർഷമാണ് 2022 ഞങ്ങൾക്ക്. 2023 ഞങ്ങൾ നടക്കാൻ പഠിച്ച വർഷമാണ് ഞങ്ങളെ സംബന്ധിച്ച്. നമ്മൾ നടന്നു തുടങ്ങി, സ്റ്റഡിയായി തല ഉയർത്തിപ്പിടിച്ച് നടന്നു തുടങ്ങിയ വർഷമാണ് ഞങ്ങൾക്ക് 2023. അത് ഞങ്ങളെ വളരെ അടുത്തറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. 2023 നമ്മൾ മനോഹരമായിട്ട് നടന്നു തുടങ്ങി. 2024 ആ നടത്തം ഞങ്ങൾക്ക് കുറച്ചും കൂടി മനോഹരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുമ്പ് എപ്പോഴോ നിതിൻ പറഞ്ഞിട്ടുള്ള പോലെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ജീവിതം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം നമ്മളതൊന്നും വിചാരിക്കേണ്ട. നമ്മൾ പറയില്ല മരിക്കുമ്പോൾ നമ്മളതൊന്നും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൂ എനിക്ക്. അപ്പോൾ ഒരുപാട് വീഴ്ചകളിൽ കൂടെ പഠിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ അതുപോലെ എനിക്ക് UK-ൽ ഇപ്പം നമ്മൾ UK എന്നല്ല കേട്ടോ, ഞങ്ങൾ എവിടെ കൊണ്ടിട്ടാലും പറ്റി പറയില്ലേ, നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കാൻ പഠിച്ചതെന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജാണ് ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ. കാരണം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായി, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് നിവർന്ന് നിൽക്കുന്നത് ഇപ്പോൾ.
ഇപ്പോൾ നിവർന്ന് നിന്നുള്ള അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ പറ്റി പറയുന്നതാണ്. നമുക്ക് അഹങ്കാരമല്ല, നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ നമ്മുടെ കാര്യത്തിൽ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പോൾ യു കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോൾ യു കെയിൽ ആണെങ്കിലും ഇപ്പോൾ ദുബായിൽ നിന്നിട്ട് നാട്ടിൽ നിന്നിട്ടൊക്കെ കൂടി എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. അതിന് വേറൊരു വശം ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. എങ്കിൽ കൂടി നമുക്ക് മറ്റൊരാളെ ബഹുമാനിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അയാളുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇവിടെ ഇപ്പം ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ബാക്കിയുള്ള മറ്റ് രാജ്യക്കാരുമായിട്ടൊക്കെ കോൺവെർസേഷൻസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവസി നമ്മുടെയാണ്, അല്ലെങ്കിൽ അതിനെ മാനിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ആ കാര്യത്തിൽ. ഇവിടെ ഉള്ളവർ നമ്മുടെ അനാവശ്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് എത്തി നോക്കാനോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാനോ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി ചോദിക്കാനോ ഒന്നും ഇവിടെ ആരും വരില്ല. ആ കാര്യത്തിൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തില്ല നമ്മൾ തെറ്റായിരിക്കും അങ്ങനെയായിരിക്കും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാൻ, അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് എന്താണോ അപ്കമിങ്സ് എന്താണോ അത് നമ്മൾ നേരിടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ ക്രോസ് വിസ്താരം നടത്താൻ അതിനൊന്നും ഇവിടെ ആരും വരില്ല. അതൊരു വലിയ കാര്യമാണ്. പിന്നെ പരിചയപ്പെട്ട ഏറ്റവും കുറേ മുഖങ്ങൾ പരിചയപ്പെട്ടതിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഇവിടെ. ആളുടെ പേര് അലീന എന്നാണ്. പുള്ളിയും ഞാനും ഭയങ്കര ഫ്രണ്ട്സാണ്. ആള് ഇപ്പം നമുക്ക് എന്താ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. പുള്ളി എന്നെക്കാൾ ഇളയതാണ്, 2002 പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. പക്ഷെ ആളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആളോരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. അങ്ങനെയുള്ള വളരെ കുറച്ച് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഇപ്പോൾ അവർ നമ്മളെക്കാൾ ഇളയതാണോ മൂത്തതാണോ എന്നുള്ളതല്ല, അവരോരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്, അവർ അവരുടെ തൊഴിൽ മേഖലയെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ബിസിനസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതൊക്കെ നോക്കി പഠിക്കാനുള്ള കുറച്ച് എക്സാമ്പിളുകൾ എനിക്ക് 2023 തന്നിട്ടുണ്ട്. അതെനിക്ക് കുറച്ചും കൂടി എന്നെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും എന്നെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാനും അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി എന്നതിനപ്പുറം ഒരു എൻ്റർപ്രണർ ആവണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കാൻ അങ്ങനെ കുറച്ച് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെ എനിക്ക് 2023 എനിക്ക് സെൽഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പേര്, ഇപ്പോൾ എൻ്റെ പൂജയുടെ കുഞ്ഞിപ്പെണ്ണ് നടന്നു തുടങ്ങിയ വർഷമാണ്. അവൾ ജനിച്ചിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവളെ. എനിക്ക് തോന്നുന്നു പൂജ 3 മാസം ആണെന്നുണ്ടല്ലോ ഏട്ടാ, 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. പൂജയുടെ കുഞ്ഞിപ്പെണ്ണ് നടന്നു തുടങ്ങിയ വർഷമാണ്. ബിനിയുടെ മോൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ കാണാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം. പിന്നെ എനിക്ക് കുടുവിനെ നാട്ടിൽ കൊണ്ടുപോകണം. എല്ലാവരും കുടുവിനെ കാണണം, കൂടെ എല്ലാവരുമായിട്ടും സംസാരിക്കണം, എല്ലാവരും കൂടെ കളിക്കണം, നാട്ടിൽ കളിക്കണം, അവള് ഓടി കളിക്കണം, ചാടി കളിക്കണം, മണ്ണിൽ കളിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിന് കുടുവിനെ കുറച്ച് കാലം നാട്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോയി നാട്ടിലെല്ലാവരും കൂടെ അവള് നാട് കാണണം എന്നുള്ളത്. കുടുവിന് മറ്റേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവളിപ്പോൾ കുടുവ് ജില്ലമ്പപ്പര പറഞ്ഞേ കൂടുതൽ പൂരൊന്നും കണ്ടില്ല. അപ്പോൾ കൂടുതൽ ജില്ലമ്പപ്പര ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊരു മെയിൽ മുമ്പേക്ക് പൂരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തൃശ്ശൂർ അപ്പോഴാണോ ഏട്ടാ? മെയിലല്ലേ? ഏപ്രിൽ മെയിലാണോ? പൂരം ഉണ്ടെങ്കിൽ എന്തായാലും തവണ പൂരത്തിന് പോകണം, കൂടുതൽ പൂരം കാണിച്ചെടുക്കണം എന്നൊക്കെ എനിക്ക് ചെറിയ അതൊക്കെ കുഞ്ഞു ആഗ്രഹങ്ങളാണ് കേട്ടോ. അത്രയ്ക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ടിരിക്കുന്നു. കുറച്ച് ഒരു 5-6 ദിവസം വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അതിലേക്ക് എത്താനായിട്ട് നമ്മൾ പറയില്ല, നമ്മൾ അത്രയും തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ അതിനു വേണ്ടി കൂടെ നിൽക്കുമെന്ന് പറയുന്നത് കുറേയൊക്കെ ശരിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആലോചിച്ച് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് അതിൻ്റെ വരാവരൈകളൊന്നും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ബ്രെയിൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അല്ലാതെ 10 കൊല്ലം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നത് ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ക്യുക്കായിട്ടുള്ള ഡിസിഷൻസ് ആണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതെൻ്റെ വിവാഹം മുതൽ എല്ലാ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ ആലോചിച്ച് ഇപ്പം നമ്മൾ അയ്യോ അത് വെച്ച് അങ്ങനെയാവും ഇങ്ങനെയാവും അതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് കേൾക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം ഉണ്ടാവുക അതിനെ മാത്രം മുറുകെ പിടിക്കുക കേട്ടോ. നിങ്ങളുടെ മാനസികാരോഗ്യവും നിങ്ങളുടെ സന്തോഷമാണ് മറ്റെന്തെങ്കിലും വലുത്, അത് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കുറച്ച് ലേറ്റായി പോയി എങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.